മാരേജ് വീഡിയോ അല്ലേ, ഇനി അതും കൂടി ഇട്ടേക്കാം. ഇനി അത് മാത്രം ബാക്കി വെക്കണ്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുരുദേവ്. വെൽക്കം ബാക്ക്. എൻഗേജ്മെന്റ് വീഡിയോ കാണിച്ച സ്ഥിതിക്ക് കല്യാണ വീഡിയോ കാണിക്കുന്നത് മോശമല്ലേ? പക്ഷെ അത് കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഫോണൊന്നും ചെറുതായിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ലവ് സ്റ്റോറിയിൽ തുടങ്ങിയ കല്യാണ വീഡിയോ വരെ എത്തുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല കേട്ടോ. അതും കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റിയവർ ഒരുപാട് സന്തോഷം. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം ഉണ്ടായത്. ആ 9 മാസം ഓരോ മിനിറ്റ് വരെ കൗണ്ട് ചെയ്തിട്ടായിരുന്നു കല്യാണ ദിവസത്തിലേക്ക് എത്തിയത്. അത്രയ്ക്കും വെയിറ്റ് ചെയ്തിരുന്നു ഞാനും കീർത്തുട്ടിയും. കല്യാണം പയ്യന്റെ ഭാഗത്താവാൻ കാരണം അച്ഛനായിരുന്നു. കാരണം കാസർഗോഡും മംഗലാപുരവുമായി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ജോത്സ്യരാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മൊത്തം 2000 ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. ആ 2000 ഇൻവിറ്റേഷൻ ലെറ്ററിന് കല്യാണം വിളിച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കല്യാണത്തിന്റെ അന്നൊരു 3000 പേരെങ്കിലും വന്നിട്ടുണ്ടാവും. പിന്നെ ഇത് കീർത്തുട്ടിയുടെ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അടിപൊളിയല്ലേ? കല്യാണത്തിന് വേണ്ടി ഈ ഒരു ലുക്കിലെത്താൻ കീർത്തുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ജിമ്മിൽ പോയി ഡയറ്റ് ചെയ്ത് 60 കിലോയിൽ നിന്ന് 45 കിലോ വരെയാണ് കീർത്തുട്ടി കുറച്ചത്. അതും വെറും 3 മാസം കൊണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ വെയിറ്റ് കൂട്ടുകയാണ് കേട്ടോ ചെയ്തത്. എല്ലാവരും പോലെയും കല്യാണ ദിവസം ഞങ്ങൾക്കും സ്പെഷ്യൽ ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ആ ഒരു ദിവസം കിട്ടാൻ ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് പൊരുതി നേടിയെടുത്തതാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയത് കൊണ്ട് ആ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഫീലിങ്സ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയായിരുന്നു. അന്ന് കീർത്തുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടിയ സമയത്ത് എന്റെയും കീർത്തുട്ടിയുടെയും കണ്ണും നിറഞ്ഞിരുന്നു. അത്രയ്ക്കും ഹാപ്പി ആയിരുന്നു ഞാനും കീർത്തുട്ടി. എന്താ പറയാ, ഒരു 10 ദിവസമൊക്കെ ഫുഡ് കഴിക്കാതിരുന്ന ഒരാളുടെ മുന്നിൽ ഒരു ബിരിയാണി കിട്ടി എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അനുഭവം. ഞങ്ങളെ തള്ളി പറഞ്ഞവര്, ഞങ്ങളെ പുച്ഛിച്ചവർ, നീ അവളെ കല്യാണം കഴിച്ച ഒരിക്കലും ഹാപ്പി ആവില്ലെന്ന് പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ വെച്ച് ആ അവളെ തന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ സ്റ്റേജിൽ അന്ന് അവിടെ നിന്നപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ, എൻ്റെ സാറേ. അന്ന് എനിക്ക് ഫീൽ ആയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാനൊരു വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞ് ആ യുദ്ധത്തിൽ ഞാൻ ജയിച്ച് തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ കഥയിൽ ഞാനൊരു നടനായിരുന്നില്ല, വില്ലനായിരുന്നു. കീർത്തുട്ടിയുടെ ഗ്രാനിയും ഗ്രാൻഡ് പേ ആന്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. ഇത് ഈ പിങ്ക് കളർ സാരി എടുത്ത് ഡാൻസ് ചെയ്യുന്നതാട്ടോ കീർത്തുട്ടിയുടെ ഗ്രാനി. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ദേഷ്യവും വൈരാഗ്യവും കാര്യങ്ങളൊന്നും ഒരിക്കലും മനസ്സിലാക്കരുത്. അതൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കഥയൊന്ന് ചുരുക്കി പറഞ്ഞ, ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റിൽ റെന്റ് ബോയ് ആയി നിന്നിട്ട് ആ ഫ്ലാറ്റിലെ ഓണറിന്റെ മകളെ തന്നെ അടിച്ചുകൊണ്ട് വന്ന് എങ്ങനെയിരിക്കും? അതാണ് എന്റെ സ്റ്റോറി. ഇപ്പൊ കീർത്തുട്ടിയുടെ ഗ്രാനിക്കും ഗ്രാൻഡ് പേക്കും ആന്റിക്കും ഒക്കെ എന്നെ ഭയങ്കര ഇഷ്ടാട്ടോ. പണ്ട് എന്നെ റൂമിൽ നിന്ന് പുറത്താക്കിയ ഗ്രാനി ഇപ്പൊ ഞാൻ എപ്പോഴാ ബാംഗ്ലൂരിലേക്കൊന്ന് പോകുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. വിജയ എന്നാണ് ഗ്രാനിയുടെ പേര്. ഞാനിപ്പോ വിജയമ്മ എന്നാട്ടോ വിളിക്കുന്നത്. പിന്നെ എന്നെ പുറത്താക്കിയ ഫ്ലാറ്റ് അതിന് എന്റെയും കൂടെ അല്ലേ? അത് ദേവേട്ട നോക്കി ഇരിക്കത്തേ ഉള്ളൂ. എന്റേന്നല്ല, നമ്മളുടേതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരു ദുരുദ്ദേശമാണ് ദേവേട്ട. അപ്പോൾ ഇതായിരുന്നു എനിക്കും കീർത്തിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു ദിവസം. അങ്ങനെ എൻഗേജ്മെന്റും കാണിച്ചു, കല്യാണവും കാണിച്ചു. ഇനി ഫസ്റ്റ് നൈറ്റ് കൂടെ കാണണമെന്ന് പറയരുത്. ഇനി കല്യാണം കഴിഞ്ഞ് ഞങ്ങളെപ്പോലെ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് എങ്ങനെയെന്ന് അറിയണോ? അങ്ങനെ അറിയണം എന്നുള്ളവർ കമന്റ് സെക്ഷനിൽ പറയാം. ഇനി ഒരു വീഡിയോയിൽ അതും കൂടെ പറയാം. ഒരു ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാനും കീർത്തോട്ടി. ഇന്ന് കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. ഇനി മരിക്കും വരെ ഞാനും കീർത്തോട്ടി ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങളും കൂടി പ്രാർത്ഥിക്കണേ.